HETDEXൽ നിന്നുള്ള ഹൈഡ്രജൻ ഹാലോകളുടെ വിസ്മയിപ്പിക്കുന്ന കണ്ടെത്തലിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടുന്ന ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു വഴിത്തിരിവായേക്കാവുന്ന ഒരു കണ്ടെത്തലാണിത്. എബർലി ടെലിസ്കോപ്പ് ഡാർക്ക് എനർജി എക്സ്പെരിമെന്റ് അഥവാ HETDEX 10,000-കണക്കിന് ഭീമാകാരമായ ഹൈഡ്രജൻ വാതക ഹാലോകൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഹൈഡ്രജൻ ഹാലോകൾ ലൈമാൻ ആൽഫ നെബുല എന്നാണ് അറിയപ്പെടുന്നത്. ഗാലക്സികൾ ഏറ്റവും വേഗത്തിൽ വളർന്ന പ്രപഞ്ചത്തിന്റെ ആദ്യ കാലഘട്ടമായ കോസ്മിക് നൂൺ സമയത്താണ് ഇവ ഗാലക്സികളെ വലയം ചെയ്തിരുന്നത്. ഈ കാലഘട്ടം ഏകദേശം 10 ബില്യൺ മുതൽ 12 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. നക്ഷത്രങ്ങളുടെ പ്രധാന നിർമ്മാണ ബ്ലോക്കായ ഹൈഡ്രജൻ വാതകത്തിന്റെ വലിയ ശേഖരം ഈ വളർച്ചയ്ക്ക് ഗാലക്സികൾക്ക് ആവശ്യമായിരുന്നു. ഈ അത്യാവശ്യ ഘടനകൾ വളരെ കുറച്ചേ മുൻപ് കണ്ടെത്തിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഹാലോകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. പുതിയ പഠനം ഹൈഡ്രജൻ ഗ്യാസ് ഹാലോകളുടെ എണ്ണം 3000-ൽ നിന്ന് 33,000-ത്തിലധികമായി വർദ്ധിപ്പിച്ചു. ഇത് 10 ഇരട്ടിയോളം വർധനവാണ്. ഈ കണ്ടെത്തൽ ഹൈഡ്രജൻ ഹാലോകൾ അപൂർവമല്ല എന്ന സംശയം സ്ഥിരീകരിക്കുന്നു. കൂടാതെ ഇത് അവയുടെ വലുപ്പത്തിന്റെ പരിധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹൈഡ്രജൻ ഹാലോകൾ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രയാസം? ഹൈഡ്രജൻ വാതകം സ്വന്തമായി പ്രകാശം പുറപ്പെടുവിക്കാത്തതാണ് പ്രധാന കാരണം. അതിനാൽ ഇത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. എന്നാൽ UV എമിറ്റിംഗ് നക്ഷത്രങ്ങൾ പോലുള്ള വലിയ ഊർജ്ജം പുറത്തുവിടുന്ന വസ്തുക്കളുടെ അടുത്ത് വരുമ്പോൾ ഈ വാതകം തിളങ്ങാൻ തുടങ്ങും. മുമ്പത്തെ സർവേകളിൽ ഏറ്റവും തിളക്കമുള്ള ഹാലോകൾ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ HETDEX ഈ കുറവ് നികത്താൻ തുടങ്ങിയിരിക്കുന്നു. മെക്ഡൊണാൾഡ് ഒബ്സർവേറ്ററിയിലെ ഹോബി എബർലി ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് HETDEX ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. ഡാർക്ക് എനർജിയെക്കുറിച്ച് പഠിക്കുന്നതിനായി 10 ലക്ഷത്തിലധികം ഗാലക്സികളുടെ സ്ഥാനം HETDEX രേഖപ്പെടുത്തുന്നു. പുതിയതായി കണ്ടെത്തിയ ഹാലോകൾക്ക് കോസ്മിക് അമീബകൾ എന്ന് തോന്നിക്കുന്ന രൂപങ്ങളുണ്ട്. ഈ ഹാലോകൾ 10,000-കണക്കിന് മുതൽ ലക്ഷക്കണക്കിന് പ്രകാശവർഷം വരെ വലുപ്പമുള്ളവയാണ്. ചിലത് ഒരു ഗാലക്സിയെ വലയം ചെയ്യുന്ന ഫുട്ബോൾ ആകൃതിയിലുള്ള മേഘങ്ങൾ പോലെ ലളിതമാണ്. മറ്റു ചിലത് ഒന്നിലധികം ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന വലിയ ക്രമരഹിതമായ രൂപങ്ങളാണ്. ഈ കണ്ടെത്തൽ ആദ്യകാല പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഏത് ഹാലോ തിരഞ്ഞെടുക്കണമെന്നത് മാത്രമായിരിക്കും അവരുടെ മുന്നിലുള്ള ചോദ്യം.